ശ്രീരാമനാമം ജപസാരസാഗരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പഞ്ചവടി പ്രവേശം. ആധ്യാത്മരാമായണത്തിൽ ആരണ്യകാണ്ഡം പഞ്ചവടി പ്രവേശം. എന്നും ചെയ്തു ചെന്നുപൊക്കിതു പഞ്ചവടി തന്നിലമ്മാറു സീതാലക്ഷ്മണ സമേതനായി. പർണശാലയും തീർത്തു ലക്ഷ്മണൻ മനോജ്ഞമായി, പർണപുഷ്പങ്ങൾ കൊണ്ട് തർപ്പവും ഉണ്ടാക്കിനാൻ. ഉത്തമാഗംഗാ നദിക്കുത്തര തീരെ പുരുഷോത്തമൻ വസിച്ചിരു ജാനകി ദേവിയോടും. കദളീപന സാമ്രാജ്യഖീല ഫല വൃക്ഷാവൃത കാനനേ ജനപാഥസം സംവാദ വിവർജിതേ. നീരുജസ്ഥലെ വിനോദിപ്പിച്ചു ദേവി തന്നെ, ശ്രീരാമൻ അയോധ്യയിൽ വാണതുപോലെ വാണാൻ. ഫലമൂലാദികളും ലക്ഷ്മണൻ അനുദിനം പലവും കൊണ്ടുവന്നു കൊടുക്കും പ്രീതിയോടെ. രാത്രിയിലുറങ്ങാതെ ചാപബാണവും ധരിച്ചാസ്തയാ രക്ഷാർത്ഥമായി നിന്നേടും ഭക്തിയോടെ. സീതയെ മധ്യയാക്കി മൂവരും പ്രാതക്കാലെ ഗൗതമി തന്നിൽ കുളിച്ചർഘ്യവും കഴിച്ചുടൻ പോരുമ്പോൾ സൗമിത്രി പാനീയവും കൊണ്ടുപോരും. വാരം വാരം പ്രീതി കൊണ്ടിങ്ങനെ വാഴും കാലം. ലക്ഷ്മണനൊരു ദിനമേകാന്തേ രാമദേവൻ തൃക്കഴൽ കൂപ്പി വിനയാനതനായി ചൊന്നാൻ. മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ, ഭക്തനാമടിയനോട് ജ്ഞാനം നീങ്ങും വണ്ണം. ജ്ഞാനവിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മാനസാനന്ദം വരുമാറരുൾ ചെയ്തിടണം. ആരും നിന്തിരുവടിയൊഴിഞ്ഞില്ലിവയെല്ലാം നേരോടെ ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലേ. ശ്രീരാമനതു കേട്ടു ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരൂഢാനന്ദമരുൾ ചെയ്തിരു വഴി പോലെ. കേട്ടാലുമെങ്കിലതേ ഗുഹ്യമാമുപദേശം, കേട്ടോളം തീർന്നുകൂടും വികൽപ്പഭ്രമമെല്ലാം. മുമ്പിനാൽ മായാസ്വരൂപത്തെ ഞാൻ ചൊല്ലിടുവനമ്പോടു പിന്നെ ജ്ഞാനസാധനം ചൊല്ലാമല്ലോ. വിജ്ഞാനസഹിതമാം ജ്ഞാനവും ചൊൽവൻ പിന്നെ വിജ്ഞേയമാത്മസ്വരൂപത്തെയും ചൊല്ലാമിടോ. നേയമായുള്ള പരമാത്മാനമറിയുമ്പോൾ മായാസംബന്ധ ഭയമൊക്കെ നീങ്ങിയിടുമല്ലോ. ആത്മാവല്ലാതെയുള്ള ദേഹാദിവസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയേ മായയാലാകുന്നതോ. നിർണയമതിനാലേ കായസംബന്ധമാകും സംസാരം ഭവിക്കുന്നു. ഉണ്ടല്ലോ പിന്നെ വിക്ഷേപാവരണങ്ങളെന്നു രണ്ടു രൂപം മായക്കെന്നറിക സൗമിത്രേ നീ. എന്നതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്നതെന്നറിയകതി സ്ഥൂല സൂക്ഷ്മഭേദങ്ങളോടും. ലിംഗാദി ബ്രഹ്മാണ്ടമാമവിദ്യാരൂപമതും സംഘാതേ ദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും. ജ്ഞാനരൂപിണിയാകും വിദ്യയായതോ മറ്റേതാനന്ദപ്രാപ്തി ഹേതുഭൂത എന്നറിഞ്ഞാലും. മായാകൽപ്പിതം പരമാത്മനി വിശ്വമെടോ. മായയുണ്ടല്ലോ വിശ്വമുണ്ടെന്നു തോന്നിക്കുന്നു. രജ്ജുകണ്ഠത്തിങ്കലെ പന്നക ബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കലേതുമൊന്നില്ലയല്ലോ. മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കായതും മാനസത്തിങ്കൽ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്നസന്നിഭം വിചാരിക്കലില്ലാതൊന്നല്ലോ. വിഭ്രമങ്ങളഞ്ഞാലും വികൽപ്പമുണ്ടാകേണ്ട. ജന്മസംസാരവൃക്ഷമൂലമായതോ ദേഹം, തന്മൂലം പുത്രകളത്രാദി സംബന്ധമെല്ലാം. ദേഹമായതോ പഞ്ചഭൂത സഞ്ചയമയം, ദേഹസംബന്ധം മായാവൈഭവം വിചാരിച്ചാൽ. ഇന്ദ്രിയദശകവും അഹങ്കാരവും ബുദ്ധി മനസ്സും ചിത്തമൂലപ്രകൃതി എന്നിതെല്ലാം ഓർത്തു കണ്ടാലോ ഒരുമിച്ചിരിക്കുന്നതല്ലോ. ക്ഷേത്രമായതോ ദേഹമെന്നുമുണ്ടല്ലോ നാമം. എന്നിവറ്റിങ്കൽ നിന്നു വേറൊന്നു ജീവനതും നിർണയം പരമാത്മാനിശ്ചലൻ നിരാമയൻ. ജീവാത്മസ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുക സൗമിത്രേനേ. ജീവാത്മാവെന്നും പരമാത്മാവോ എന്നതോ മോർക്കെ കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും
ഭേദമേതുമേയില്ല രണ്ടുമൊന്നത്രേ നൂനം, ഭേദമുണ്ടെന്നോ പറയുന്നത് അജ്ഞന്മാരല്ലോ. മാനവം ഡംഭം ഹിംസ വക്രത്വം കാമം ക്രോധം, മാനസേ വെടിഞ്ഞ് സന്തുഷ്ടനായി സദാകാലം. അന്യാക്ഷേപാദികളും സഹിച്ചു സമബുദ്ധ്യ, മഞ്ഞുഭാവവും അകലെ കളഞ്ഞനൂദിനം. ഭക്തി കൈക്കൊണ്ടു ഗുരു സേവയും ചെയ്തു, നിജ ചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തുകൊണ്ടു, നിത്യവും സൽക്കർമ്മങ്ങൾ കിടക്കം വരുത്താതെ സത്യത്തെ സമാശ്രയിച്ച ആനന്ദസ്വരൂപനായി, മാനസവചനദേഹങ്ങളെ അടക്കിത്തൻ മാനസേ വിഷയ സൗഖ്യങ്ങളെ ചിന്തിയാതെ, ജനന ജരാമരണങ്ങളെ ചിന്തിച്ചുള്ളിൽ അനഹങ്കാരത്വേന സമഭാവനയോടും, സർവാത്മാവാകുമെങ്കിൽ ഉറച്ച മനസ്സോടും, സർവദാ രാമരാമേത്യമീത ജപത്തോടും, പുത്രധാരാർത്ഥാദിഷു നിസ്നേഹത്വവും ചെയ്തു, സത്യയോമൊന്നിങ്കലും കൂടാതെ നിരന്തരം ഇഷ്ടാനിഷ്ടപ്രാപ്തിക്ക് തുല്യഭാവത്തോട് സന്തുഷ്ടനായി വിവിക്ത ശുദ്ധസ്ഥലേ വസിക്കണം. പ്രാകൃത ജനങ്ങളുമായി വസിക്കരോ തൊട്ടുമേകാന്തേ, പരമാത്മതാ ജ്ഞാനതൽപരനായി വേദാന്തവാക്യാർത്ഥങ്ങൾ അവലോകനം ചെയ്തു, വൈദിക കർമ്മങ്ങളും ആത്മനെ സമർപ്പിച്ചാൽ, ജ്ഞാനവും അകതാരേലുറച്ചു ചമഞ്ഞിടും, മാനസേ വികത്വങ്ങളേതുമേയുണ്ടാകൊല്ല. ആത്മാവാകുന്നതെന്തെന്നുണ്ടോ കേളതുമെങ്കിൽ, ആത്മാവല്ലല്ലോ ദേഹപ്രാണബുദ്ധ്യഹങ്കാരം. മാനസാദികളൊന്നും ഇവറ്റിൽ നിന്നുമേരെ മേലെ, മാനമില്ലാതെ പരമാത്മാവുതാനേ വേറെ നിൽപ്പിതോചിതാത്മാവോ ശുദ്ധമവ്യക്തം ബുദ്ധം, തൽപദാത്മാ ഞാനിഹ ത്വൽപദാർത്ഥവുമായി. ജ്ഞാനം കൊണ്ടെന്നെ വഴി പോലെ കണ്ടറിഞ്ഞിടാം, ജ്ഞാനമാകുന്നതെന്നെ കാട്ടുന്ന വസ്തു തന്നെ. ജ്ഞാനമുണ്ടാകുന്നതോ വിജ്ഞാനം കൊണ്ടു തന്നെ, ഞാനിതെന്നറിവിനു സാധനമാകയാലേ. സർവത്ര പരിപൂർണനാത്മാവു ചിദാനന്ദൻ, സർവസത്വാന്തർഗതനപരിച്ഛേദ്യനല്ലോ. ഏകനദ്വയൻ പരനവ്യയൻ ജഗന്മയൻ, യോഗേശനജനഖീലാധാരൻ നിരാധാരൻ, നിത്യസത്യജ്ഞാനാദിലക്ഷണൻ ബ്രഹ്മാത്മകൻ, ബുദ്ധിവാദികളിൽ വേറിട്ടവൻ മായാമയൻ. ജ്ഞാനം കൊണ്ടു വേറും യോഗിനാമേകാത്മനാം, ശാസ്ത്രൗഘോപദേശൈക്യജ്ഞാനം. ആത്മനോരേവം ജീവപരയോർമൂലവിദ്യ, ആത്മനേ കാര്യകാരണങ്ങളും കൂടിച്ചേർന്നു ലയിച്ചിടുമ്പോഴുള്ളൊരവസ്ഥയല്ലോ മുക്തി. ലയത്തോടാശു വേറിട്ടിരിപ്പതാത്മാവൊന്നേ. ജ്ഞാനവിജ്ഞാന വൈരാഗ്യത്തോടു സഹിതമാം ആനന്ദമായിട്ടുള്ള കൈവല്യസ്വരൂപമേതുള്ള വണ്ണമേ പറവാനും ഇതറിവാനും, ഉള്ളം നല്ലുണർവുള്ളോരില്ലാരും ജഗത്തിങ്കൽ. മൽഭക്തിയില്ലാതവർക്കെത്രയും ദുർലഭം കേൾ, മൽഭക്തി കൊണ്ടു തന്നെ കൈവല്യം വരും താനും. നേത്രമുണ്ടെന്നാകിലും കാൺമതീനുണ്ടോ പണേ, രാത്രിയിൽ തൻ്റെ പദം ദീപമുണ്ടെന്നാകിലേ നേരുള്ള വഴി അറിഞ്ഞിടാവേദം വണ്ണമേ. ശ്രീരാമഭക്തിയുണ്ടെന്നാകിലേ കാണായി വരൂ, ഭക്തനു നന്നായി പ്രകാശിക്കുമാത്മാവു നൂനം. ഭക്തിക്കു കാരണവുമെന്തെന്നു കേട്ടാലും നീ, മദ്ഭക്തന്മാരോടുള്ള നിത്യസംഗമമതും, മദ്ഭക്തന്മാരെ കനിവോടു സേവിക്കുന്നതും, ഏകാദശ്യാദിവ്രതാനുഷ്ഠാനങ്ങളും പുനരാകുലമെന്നിയെ സാധിച്ചു കൊള്ളുകയോ മഥ. പൂജനം വന്ദനവും ഭാവനം ദാസ്യം നല്ല ഭോജനം അഗ്നിവിപ്രാണം കൊടുക്കുകയോ മഥ. മൽക്കഥാ പാഠശ്രവണങ്ങൾ ചെയ്യുകയും മുതാ, മൽഗുണനാമങ്ങളെ കീർത്തിച്ചു കൊള്ളുകയും, സന്തതമിത്തമെങ്കിൽ വർത്തിക്കും ജനങ്ങൾക്കോരന്തരം വരാതൊരു ഭക്തിയുമുണ്ടായി വരും. ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതേൽ, ഉത്തമോത്തമന്മാരായുള്ളവരവരല്ലോ. ഭക്തിയുക്തനോ വിജ്ഞാനജ്ഞാന വൈരാഗ്യങ്ങൾ സദ്യ സംഭവിച്ചിടുമെന്നാൽ മുക്തിയും വരും. മുക്തിമാർഗം താവക പ്രശ്നാനുസാരവശാൽ ഉത്തമായതു നിനക്കെന്നാലേ ധരിക്കനേ.
വക്തവ്യമല്ല നൂനമെത്രയും ഗുഹ്യം മമ ഭക്തന്മാർക്കൊഴിഞ്ഞുപദേശിച്ചിടരുതല്ലോ. ഭക്തനെന്നാകിലവൻ ചോദിച്ചില്ലെന്നാകിലും വക്തവ്യമവനോടു വിശ്വാസം വരികയാൽ ഭക്തിവിശ്വാസ ശ്രദ്ധായുക്തനാം മർത്യനിത് നിത്യമായി പാഠം ചെയ്യിൽ അജ്ഞാനമകന്നുപോം. ഭക്തി സംയുക്തന്മാരാം യോഗീന്ദ്രന്മാർക്കു നൂനം ഹസ്തസംസ്ഥിതയല്ലോ മുക്തി എന്നറിഞ്ഞാലും. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. മുക്തിമാർഗത്തെക്കുറിച്ച് ചോദിച്ചു ലക്ഷ്മണൻ. ആ മുക്തിമാർഗത്തെയാണ് ഭഗവാൻ ശ്രീരാമൻ ലക്ഷ്മണന് വേണ്ടി ഉപദേശിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശൂർപ്പണഖയുടെ വരവ്, ശൂർപ്പണഖാഗമനം. ഇത്തരം സൗമിത്രിയോടരുളി ചെയ്തു പുനരിത്തിരി നേരമിരുന്നിടിനോരനന്തരം ഗൗതമീ തീരെ മഹാകാനനെ പഞ്ചവടി ഭൂതലെ മനോഹരെ സഞ്ചരിച്ചിടുന്നൊരു യാമിനി ജലീ ജനസ്ഥാനവാസിനിയായ കാമരൂപിണി കണ്ടാൾ കാമിനി വിമോഹിനെ. പങ്കജധ്വജ കുലീശാങ്കുശാങ്കിതങ്ങളായി ഭംഗി തേടിയിടും പദപാദങ്ങളതു നേരം. പങ്കജധ്വജ കുലിശാങ്കുശാങ്കിതങ്ങളായി ഭംഗി തേടിയിടും പദപാദങ്ങളതു നേരം. പാദസൗന്ദര്യം കണ്ടു മോഹിതയാകയാലെ കൗതുകമുൾക്കൊണ്ടു രാമാശ്രമമകം പുക്കാൾ. ഭാനുമണ്ഡല സഹസ്രോജ്വലം രാമനാഥം ഭാനുഗോത്രജം ഭവഭയനാശനം പരം. മാനവവീരം മനോമോഹനം മായാമയം മാനസഭവ സമം മാധവം മധുഹരം. ജാനകിയോടും കൂടെ വാണിയിടുന്നതോ കണ്ടു മീനകേതന ബാണപീഡിതയാളേറ്റം. സുന്ദരവേഷത്തോടും മന്ദഹാസവും പൊഴിഞ്ഞിന്ദിരാവരനോടു മന്ദമായുര ചെയ്താൾ. ആരിടോ ഭവാൻ ചൊല്ലിടാരുടെ പുത്രനെന്നും നേരോടെ എന്തിവിടേക്കു വരുവാൻ മൂലമെന്നും. എന്തൊരു മൂലം ജഡാവൽക്കലാദികളെല്ലാം എന്തിനു ധരിച്ചിരു താപസവേഷമെന്നും. എന്നുടെ പരമാർത്ഥം മുന്നേ ഞാൻ പറഞ്ഞിടാം നിന്നോട്, നീ എന്നോടു പിന്നെ ചോദിക്കുമല്ലോ. രാക്ഷസേശ്വരനായ രാവണ ഭഗിനി ഞാനാഖ്യയാ ശൂർപ്പണഖാകാമരൂപിണിയല്ലോ. ഖരദൂഷണത്രിശീലാക്കളാം ഭ്രാതാക്കന്മാർക്കരികെ ജനസ്ഥാനെ ഞാനിരിപ്പതു സദാ. നിന്നെ ഞാൻ ആരെന്നതും അറിഞ്ഞില്ലതും പുനരെന്നോടു പരമാർത്ഥം ചൊല്ലണം ദയാനിധേ. സുന്ദരി കേട്ടുകൊള്ളുക ഞാൻ അയോധ്യാധിപതി നന്ദനൻ ദാശരഥി രാമനെന്നല്ലോ നാമം. എന്നുടെ ഭാര്യ ഇവൾ ജനകാത്മജാ സീത, ധന്യമൽ ഭ്രാതാവായ ലക്ഷ്മണനിവനിടോ. എന്നാൽ എന്തൊരു കാര്യം നിനക്കു മനോഹരെ, നിന്നുടെ മനോഗതം ചൊല്ലുക മടിയാതെ. എന്നതു കേട്ട നേരം ചൊല്ലിനാൾ നിശാചരി, എന്നോടുകൂടെ പോന്നു രമിച്ചു കൊള്ളേണം നീ. നിന്നെയും പിരിഞ്ഞു പോവാൻ മമാശക്തി പോരാ, എന്നെ നീ പരിഗ്രഹിച്ചിടണം മടിയാതെ. ജാനകി തന്നെ കടാക്ഷിച്ചു പുഞ്ചിരി പൂണ്ടു മാനവ വീരനവളോടൊരുൾ ചെയ്തിടിനാൻ. ഞാനിഹ തപോധന വേഷവും ധരിച്ചോരോ കാനനം തോറും നടന്നിടുന്നു സദാകാലം. ജാനകിയാകുമിവൾ എന്നുടെ പത്നിയല്ലോ, മാനസേ പാർത്താൽ വെടിഞ്ഞിടരുതൊന്നുകൊണ്ടും. സാപജ്ഞോത്ഭവ ദുഃഖം എത്രയും കഷ്ടം കഷ്ടം, താപത്തെ സഹിപ്പതിനാളല്ല നീയുമിടോ. ലക്ഷ്മണൻ മമ ഭ്രാത സുന്ദരൻ മനോഹരൻ, ലക്ഷ്മീ ദേവിക്കു തന്നെയൊക്കും നീ എല്ലാം കൊണ്ടും. നിങ്ങളിൽ ചേരുമേറെ നിർണയം മനോഹരേ, സംഘവും നിന്നിലേറ്റം വർദ്ധിക്കുമവനിടോ. മംഗലശീലനോരൂപനിത്രയും നിനക്കങ്ങു നീ ചെന്നു പറഞ്ഞിടുക വൈകിടാതെ. എന്നതു കേട്ട നേരം സൗമിത്രി സമീപേ പോയി ചെന്നവൾ അപേക്ഷിച്ചാൾ ഭർത്താവാകെന്നു തന്നെ. ചൊന്നവളോടു ചിരിച്ചവനു മുര ചെയ്താളിന്നുടെ പരമാർത്ഥം നിന്നോടു പറഞ്ഞിടാം. മന്നവനായ രാമൻ തന്നെ ദാസൻ ഞാനോ, ധന്യേ നീ ദാസിയാവാൻ തക്കവളല്ലയല്ലോ.
ചെന്നു നീ ചൊല്ലിടഖിലേശ്വരനായ രാമൻ തന്നോടു തവ കുലശീലാചാരങ്ങളെല്ലാം. എന്നാൽ അന്നേരം തന്നെ കൈക്കൊള്ളുമല്ലോ രാമൻ നിന്നെ എന്നതു കേട്ടു രാവണ സഹോദരി. പിന്നെയും രഘുകുല നായകനോടു ചൊന്നാളെന്നെ നീ പരിഗ്രഹിച്ചിടുക നല്ലു, നിനക്കൊന്നുകൊണ്ടുമേയൊരു സങ്കടമുണ്ടായി വരാ. മന്നവാ ഗിരിവന ഗ്രാമദേശങ്ങൾ തോറും എന്നോടുകൂടെ നടന്നോരോരോ ഭോഗമെല്ലാം അന്യോന്യം ചേർന്നു ഭുജിക്കായി വരൂ മനാരഥം. ഇത്തരം അവളുര ചെയ്തതു കേട്ട നേരമുത്തരമരുൾ ചെയ്തു രാഘവൻ തിരുവടി. ഒരുത്തനായാലവനരികെ ശുശ്രൂഷിപ്പാൻ ഒരുത്തി വേണമതീനിവളുണ്ടെനിക്കിപ്പോൾ. ഒരുത്തി വേണമവനതീനാരെന്നോ തിരഞ്ഞിരിക്കുന്നേരം ഇപ്പോൾ നിന്നെയും കണ്ടുകിട്ടി. വരുത്തും ദൈവമൊന്നു കൊതിച്ചാലിനി നിന്നെ വരിച്ചുകൊള്ളും അവനില്ല സംശയമീതും. തിരിക്കെന്നിനിക്കാലം കളഞ്ഞിടാതെ ചെൽക കരത്തെ ഗ്രഹിച്ചിടും കടുക്കെന്നവനിടോ. രാഘവ വാക്യം കേട്ടു രാവണ സഹോദരി വ്യാകുല ചേതസ്വടും ലക്ഷ്മണാന്തികെ വേഗാൻ ചെന്നു നിന്നപേക്ഷിച്ച നേരത്തോ കുമാരനോ എന്നോടിത്തരം പറഞ്ഞിടല്ലാവരുതി നീ. നിന്നിലില്ലേതുമൊരു കാംക്ഷയെന്നറിയകനേ മന്നവനായ രാമൻ തന്നോടു പറഞ്ഞാലും. പിന്നെയോ മതു കേട്ടു രാഘവ സമീപേ പോയി ചെന്നു നിന്നപേക്ഷിച്ചാളാശയാ പലതരം. കാമവും ആശാഭംഗം കൊണ്ടു കോപവും അതിപ്രേമവും ആലസ്യവും പൂണ്ടു രാക്ഷസീയപ്പോൾ. മായാരൂപവും വേർപ്പെട്ട അഞ്ജനശൈലം പോലെ കായാകാരവും ഘോരദംഷ്ട്രയും കൈക്കൊണ്ടേറ്റം കമ്പമുൾക്കൊണ്ടു സീതാദേവിയോടടുത്തപ്പോൾ. സംഭ്രമത്തോടു രാമൻ തടുത്തു നിർത്തും നേരം ബാലകൻ കണ്ടു ശീഘ്രം കുതിച്ചു ചാടി വന്നു. വാളുറയൂരിക്കാതും മുലയും മൂക്കുമെല്ലാം ഛേദിച്ച നേരം അവൾ അലറി മുറയിട്ട നാദത്തെ കൊണ്ടു ലോകമൊക്കെ മാറ്റൊലിക്കൊണ്ടു. നീലപർവ്വതത്തിൻ്റെ മുകളിൽ നിന്നു ചാടി നാലഞ്ചു വഴി വരും അരുവിയാറുപോലെ ചോരയുമൊലിപ്പിച്ചു കാളരാത്രിയെ പോലെ. ഘോരയാം നിശാചരി വേഗത്തിൽ നടകൊണ്ടാൾ. രാവണൻ തൻ്റെ വരവുണ്ടിനി ഇപ്പോൾ എന്നു ദേവദേവനോ മരുൾ ചെയ്തിരുന്നരുളിനാൻ. രാക്ഷസപ്രവരനായിടിന ഖരൻ മുമ്പിൽ പക്ഷമട്ടവണിയിൽ പർവ്വതം വീണ പോലെ. രോദനം ചെയ്തു മുമ്പിൽ പതനം ചെയ്തു നിജ സോദരി തന്നെ നോക്കി ചൊല്ലിനാനാശൂഖരൻ. മൃത്യുതൻ വക്രത്തിങ്കൽ സത്വരം പ്രവേശിച്ചതത്ര ചൊല്ലാരെന്നോടെത്രയും വിരയനി. വീർത്തു വീർത്തേറ്റം വിറച്ചലറിസകൽ ഗതമാർത്തി പൂണ്ടോർത്തു ഭീത്യാ ചൊല്ലിനാളവളപ്പോൾ. മർത്യന്മാർ ദശരഥപുത്രന്മാരിരുവരുണ്ടുത്തമ ഗുണവാന്മാരെത്രയും പ്രസിദ്ധന്മാർ. രാമലക്ഷ്മണന്മാരെന്നവർക്കു നാമമൊരു കാമിനിയുണ്ടുകൂടെ സീതയെന്നവൾക്കു പേർ. അഗ്രജൻ നിയോഗത്താൽ ഉഗ്രനാമവരജൻ ഖഡ്ഗേന ഛേദിച്ചിരു മൽക്കുജാതികളെല്ലാം. ശൂരനായിടും നീ എന്നവരെ കൊല ചെയ്തു ചോര നൽകുക ദാഹം തീരുമാറെനിക്കിപ്പോൾ. പച്ചമാംസവും തിന്നു രക്തവും പാനം ചെയ്തിലിച്ച വന്നിടും മമാ നിശ്ചയമറിഞ്ഞാലും. എന്നിവ കേട്ടു ഖരൻ കോപത്തോടുറ ചെയ്താൻ. ദുർനയാമേരെയുള്ള മാനുഷാധമന്മാരെ കൊന്നു മൽഭഗീനിക്കു ഭക്ഷിപ്പാൻ കൊടുക്കണമെന്നതേനാശു 14 പോർ പോക നിങ്ങൾ. നീ കൂടെ ചെന്നു കാട്ടിക്കൊടുത്തിയിടെന്നാലിവരാകൂതം വരുത്തിയിടും നിനക്കു മടിയാതെ എന്നവളോടു പറഞ്ഞയച്ചാൻ ഖരനേറ്റമുന്നതന്മാരാം 14 രാക്ഷസരെയും. ശൂലമുദ്ഗര മുസലാസിജാവേഷു ഭിന്ദിപാലാദി പലവിധമായുധങ്ങളുമായി ക്രുദ്ധന്മാരാർത്തു വിളിച്ചുദ്ധൂതന്മാരായി ചെന്നു. ഉദ്ധതന്മാരായി ചെന്നു യുദ്ധസന്നദ്ധന്മാരായടുത്താരതൂ നേരം. ബദ്ധവൈരേണ 14 ഒരുമിച്ചു ശസ്ത്രൗകം പ്രയോഗിച്ചാർ ചുറ്റും നിന്നൊരിക്കലേ. മിത്രഗോത്രോത്ഭൂതനാമുത്തമോത്തമൻ രാമൻ
ശത്രുക്കളയച്ചോരു ശൂർപ്പണകയോ മതോ കണ്ടു പേടിച്ചു മണ്ടി ബാഷ്പവും തൂകി ഖരൻ മുമ്പിൽ വീണലറിനാൾ. എങ്ങുപോയി കളഞ്ഞിതു നിന്നോടുകൂടെ പറഞ്ഞിങ്ങു നിന്നയച്ചവർ 14 ചൊല്ലി. അങ്ങു ചെന്നേറ്റ നേരം രാമസായകങ്ങൾ കൊണ്ടിങ്ങനെ വരാതെ വണ്ണം പോയാർ തെക്കോട്ടവർ എന്ന് ശൂർപ്പണകയും ചൊല്ലിനാളതു കേട്ടു. വന്ന കോപത്താൽ ഖരൻ ചൊല്ലിനാനതു നേരം പോരിക നിശാചരർ 14,000 പോരിനു ദൂഷണനോ മനുജൻ തൃശീരസ്സും. ഘോരനാം ഖരനേവം ചൊന്നതു കേട്ട നേരം ശൂരനാം തൃശിരസ്സും പടയും പുറപ്പെട്ടു. വീരനാം ദൂഷണനും ഖരനും നടകൊണ്ടു ധീരതയോട് യുദ്ധം ചെയ്വതിന്നുഴറ്റോടെ. രാക്ഷസപ്പടയുടെ രൂക്ഷമാം കോലാഹലം കേൾക്കായ നേരം രാമൻ ലക്ഷ്മണനോട് ചൊന്നാൻ. ബ്രഹ്മാണ്ടം നടുങ്ങുമാർ എന്തൊരു ഘോഷമിതു, നമ്മോട് യുദ്ധത്തിനോ വരുന്നു രക്ഷോബലം. ഘോരമായിരിപ്പൊരു യുദ്ധവുമുണ്ടാമിപ്പോൾ, ധീരതയോടും അത്ര നീയൊരു കാര്യം വേണം. മൈഥിലി തന്നെയൊരു ഗുഹയിലാക്കിക്കൊണ്ടു ഭീതി കൂടാതെ പരിപാലിക്ക വേണം ഭവാൻ. ഞാനൊരുത്തനെ പോരും ഇവരെയൊക്കെ കൊൽവാൻ, മാനസേ നിനക്കു സന്ദേഹമുണ്ടായിടല. മറ്റൊന്നും ചൊല്ലുന്നില്ല നിന്നെയോ എന്നെ ആണയോ വിട്ടു, കറ്റവാർ കുഴലിയെ രക്ഷിച്ചു കൊള്ളേണം നീ. മറ്റൊന്നും ചൊല്ലുന്നില്ലെന്നെ ആണയോ വിട്ടു, കറ്റവാർ കുഴലിയെ രക്ഷിച്ചു കൊള്ളേണം നീ. ലക്ഷ്മി ദേവിയെയും കൊണ്ടങ്ങനെ തന്നെ എന്നു ലക്ഷ്മണൻ തൊഴുതുപോയി ഗഹ്വരമകം പുക്കാൻ. ചാപബാണങ്ങളെയും എടുത്തു പരീകരമാഭോഗാനന്ദമുറപ്പിച്ചു സന്നദ്ധനായി നിൽക്കുന്ന നേരമാർത്തു വിളിച്ചു നക്തഞ്ചരൻ. ഒക്കെ വന്നൊരുമിച്ചു ശസ്ത്രൗഘം പ്രയോഗിച്ചാർ. വൃക്ഷങ്ങൾ പാഷാണങ്ങൾ എന്നിവ കൊണ്ടുവേറ്റം പ്രക്ഷേപിച്ചിരു വേഗാൽ പുഷ്കര നേത്രന്മേൽമേൽ. തൽക്ഷണമവയെല്ലാം എയ്തു ഖണ്ഡിച്ചു രാമൻ രക്ഷോവീരന്മാരെയും സായകാവലി തൂകി നിഗ്രഹിച്ചിരു നിശീതാഗ്രബാണങ്ങൾ തന്നാൽ. അഗ്രേ വന്നടുത്തോരു രാക്ഷസപ്പടയെല്ലാം ഉഗ്രനാം സേനാപതി ദൂഷണനതു നേരം ഉഗ്രസന്നിഭനായ രാമനോടടുത്തിതു. തൂകിനാൻ ബാണഗണമവറ്റേ രഘുവരൻ വേഗേന ശരങ്ങളാൾ എൺമണിപ്രായമാക്കി. 4 ബാണങ്ങളെയ്തു തുരകം 4നെയും കാലവേഷ്മനി ചേർത്തു സാരഥിയോടും കൂടെ. ചാപവും മുറിച്ചുതൽ കേതുവും കളഞ്ഞപ്പോൾ കോപേന തേരിൽ നിന്നു ഭൂമിയിൽ ചാടി വീണാൻ. പിൽപ്പാടു ശതഭാരായാസനിർമ്മിതമായ കേൾപ്പേറും പരിഘവും ധരിച്ചു വന്നാനവൻ. തൽബാഹു തന്നെ ഛേദിച്ചിടിനാൻ ദാശരഥി, തൽപരീഘത്താൽ പ്രഹരിച്ചിതു സീതാപതി. മസ്തകം പിളർന്നവനുർവിയിൽ വീണു സമവർത്തി പത്തനം പ്രവേശിച്ചിതു ദൂഷണനും. ദൂഷണൻ വീണ നേരം ഖരനാം തൃശീരസം രോഷേണ 3 ശരം കൊണ്ടു രാമനെ എയ്താൻ. 3 ഖണ്ഡിച്ചു രാമൻ 3 ബാണങ്ങളെയ്താൻ. 3 മെയ്തുടൻ മുറിച്ചിടിനാൻ തൃശീരസം. 100 ബാണങ്ങളെയ്താൻ അന്നേരം ദാശരഥേ. 100 ഖണ്ഡിച്ചു പുനരായിരം ബാണമെയ്താൻ. അവയും മുറിച്ചവൻ അയൂധം ബാണമെയ്താൻ. അവനീപതി വീരൻ അവയും നുറുക്കിനാൻ. അർദ്ധചന്ദ്രാകാരമായിരിപ്പോരമ്പു തന്നാൽ ഉത്തമാംഗങ്ങൾ 3 മുറിച്ചു പന്താടിനാൻ. അന്നേരം ഖരനാദിത്യാഭതേടിയിടും രഥം തന്നിലം മാറുകരയേറി ഞാനൊലിയിട്ടു വന്നു രാഘവനോടു ബാണങ്ങൾ തൂകി. അന്നേരം ഖരനാദിത്യാഭതേടിയിടും രഥം തന്നിലം മാറുകരയേറി ഞാനൊലിയിട്ടു വന്നു രാഘവനോടു ബാണങ്ങൾ തൂകിയിടിനാൻ. ഒന്നിനൊന്നെയ്തു മുറിച്ചിടിനാൻ അവയെല്ലാം. രാമബാണങ്ങൾ കൊണ്ടും ഖരബാണങ്ങൾ കൊണ്ടും ഭൂമിയും ആകാശവും കാണരുതാതെയായി. നിഷ്ഠുരതരമായ രാഘവ ശരാസനം പൊട്ടിച്ചാൻ മുഷ്ടിദേശേ ബാണമെയ്താശു ഖരൻ. ചട്ടയും നുറുക്കിനാൻ ദേഹവും ശരങ്ങൾ കൊണ്ടൊട്ടൊഴിയാതെ പിളർന്നേടിനാനതു നേരം. താപസദേവാദികളായുള്ള സാധുക്കളും താപമോടയ്യോ കഷ്ടം കഷ്ടമെന്നുര ചെയ്താർ. ജയിപ്പൂതാക രാമൻ ജയിപ്പൂതാക എന്നു ഭയത്തോടമരരും താപസന്മാരും ചൊന്നാർ. തൽക്കാലേ കൊമ്പോത്ഭവൻ തന്നെ കയ്യിൽ മുന്നം ശക്രനാൽ നിക്ഷിപ്തമായിരുന്ന ശരാസനം
തൃക്കയ്യിൽ കാണായി വന്നീരെത്രയും ചിത്രം ചിത്രം മുഖ്യ വൈഷ്ണവ ചാപം കൈക്കൊണ്ടു നിൽക്കും നേരം ദിക്കുകളൊക്കെ നിറഞ്ഞോരു വൈഷ്ണവ തേജസ് ഉൾക്കൊണ്ടു കാണായി വന്നു രാമചന്ദ്രനെയപ്പോൾ. ഖണ്ഡിച്ചാൻ ഖരനുടെ ചാപവും കവചവും കുണ്ടലഹാര കിരീടങ്ങളോ മരക്ഷണാൽ. സൂതനെ കൊന്നു ദുരകങ്ങളും തേരും പൊടിച്ചാതിനായകനടുത്തിടിനാ നേരത്തിങ്കൽ. മറ്റൊരു തേരിൽ കരയേറിനാൻ ആശുഖരൻ തെറ്റെന്നോ പൊടിച്ചിതു രാഘവനതുമപ്പോൾ. പിന്നെയും ഗതയുമായടുത്താൻ ആശുഖരൻ ഭിന്നമാക്കിനാൻ വിശീഖങ്ങളാലതും രാമൻ. ഏറിയ കോപത്തോടെ പിന്നെ മറ്റൊരു തേരിലേറി വന്ന അസ്ത്രപ്രയോഗം തുടങ്ങിനാൻ ഖരൻ. ഘോരമാഗ്നേയാസ്ത്രമെയ്തതു രഘുവരൻ വാരുണാസ്ത്രേണ തടുത്തിടിനാൻ ചിതശ്രമം. പിന്നെ കൗബേരമസ്ത്രമെയ്തത് ഐന്ദ്രാസ്ത്രം കൊണ്ടു മന്നവൻ തടുത്തതോ കണ്ടു രാക്ഷസവീരൻ. നൈരുതമസ്ത്രം പ്രയോഗിച്ചിതു യാമ്യാസ്ത്രേണ വീരനാം രഘുപതി തടുത്തു കളഞ്ഞപ്പോൾ. വായവ്യമയച്ചതു മൈന്ദ്രാസ്ത്രം കൊണ്ടു ജഗന്നായകൻ തടുത്തതു കണ്ടു രാക്ഷസവീരൻ. ഗാന്ധർവമയച്ചതു ഗൗഹികമസ്ത്രം കൊണ്ടു ശാന്തമായതു കണ്ടു ഖരനും കോപത്തോടെ. ആസുരമസ്ത്രം പ്രയോഗിച്ചതു കണ്ടു രാമൻ ഭാസുരമായ ദൈവാസ്ത്രം കൊണ്ടു തടുക്കയാൽ. തീഷ്ണമാം ഐഷികാസ്ത്രമെയ്തതു രഘുപതി വൈഷ്ണവാസ്ത്രേണ കടഞ്ഞാശു മൂന്നമ്പുതന്നാൽ. സാരഥി തന്നെ കൊന്നു തുരകങ്ങളെ കൊന്നു തേരുമെപ്പേരും പൊടിപ്പെടുത്തു കളഞ്ഞപ്പോൾ. യാതുധാനാധിപതി ശൂലവും കൈക്കൊണ്ടതേ ക്രോധേന രഘുവരനോടടുത്തിടും നേരം. ഇന്ദ്രദൈവതാമസ്ത്രാമയച്ചോരണവുജന്നിന്ദ്രാരീതലയറുത്തിടിനാൻ ജഗന്നാഥൻ. വീണിതു ലങ്കാനഗരോത്തരദ്വാരേ തല തൂണി പൊക്കിതു വന്നു ബാണവുമതു നേരം. കണ്ടു രാക്ഷസരെല്ലാം ആരുടെ തലയെന്നോ കുണ്ഠഭാവേന നിന്നു സംശയം തുടങ്ങിനാർ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അങ്ങനെ ഖരദൂഷണ തൃശിരാപ്പഴം 14,000 രാക്ഷസന്മാരുടെ പടയും ആ ശ്രീരാമൻ 3.25 നാഴിക കൊണ്ട് വധിച്ചു അവരെല്ലാവരും.